അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ് മാമിൻ ഷൈഇൻ അസ്അല ഫിൽ മീസാൻ മിൻ ഹുസ്നിൽ ഖൽഖ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് അനസ് ബിൻ മാലിക് തങ്ങളോട് പറയുകയാണ്, അനസ്, അവിടെ നമ്മുടെ നന്മതിന്മ എഴുതപ്പെടുന്ന തുലാസിന് ഭാരം കൂട്ടാൻ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ഒന്നാമതായി പഠിപ്പിച്ചു തരികയാണ് ഹുസ്നുൽ ഖൽഖ്. സൽസ്വഭാവമുള്ളവരുണ്ടോ? സൽസ്വഭാവികളാണോ? നന്മകൾ ചെയ്യുന്നവരാണോ? നല്ല സ്വഭാവത്തിന്റെ ഉടമയാണോ? അവർ നാളെ പരലോകത്ത് അവിടെ നന്മതിന്മകൾ അല്ലാഹു അവിടെ ആ തുലാസ് എന്ന് പറയുന്ന ത്രാസിലെ അല്ലാഹു അവിടെ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോ ഈ ഹുസ്നുൽ ഖൽഖുള്ള ആളുകളുടെ ത്രാസ് ഇങ്ങനെ കൂടിപ്പോകുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനോടുള്ള സൽസ്വഭാവമുണ്ട്, മുത്തുനബിയോടുള്ള സൽസ്വഭാവമുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഇത്രയും നേരം ചെയ്തത്. മുത്തു റസൂലുള്ളാഹിയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുക, അത് മുത്തു റസൂലുള്ളാഹി തങ്ങളോടുള്ള സൽസ്വഭാവമാണ്. അല്ലാഹുവിനോടുള്ള സൽസ്വഭാവം ഏതാണ്? 5 വഖ്ത് നിസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇതെല്ലാം അല്ലാഹുവിനോടുള്ള സൽസ്വഭാവത്തിൽ പെട്ടതാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിലേ അവിടുത്തെ തോഴനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു പ്രയാസം വരുമ്പോ, എനിക്കൊരു വിഷമം വരുമ്പോ, എനിക്കൊരു കഷ്ടപ്പാട് വരുമ്പോ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തിയിട്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോ അങ്ങ് പുഞ്ചിരിക്കുന്ന പുഞ്ചിരി ഉണ്ടല്ലോ,